ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു ടിപ്സായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഡാൻഡ്രഫിന് അതല്ലെങ്കിൽ അവരുടെ മുടി ഒരുപാട് പൊഴിയുന്നു, അതിനൊരു പ്രതിവിധി പറയുമോ, അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തു. അപ്പം അതിനായിട്ടുള്ളൊരു പ്രതിവിധിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന അലോവേറയാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗം മുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒരു താഴ്ഭാഗത്തു നിന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഇതിൻ്റെ അറ്റത്ത് കുറച്ച് യെല്ലോ കളർ കാണും, അത് പോയിസണാണ്. അപ്പം നമ്മൾ ഇത് ഒരു മണിക്കൂറൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ആ യെല്ലോ കളർ ഫുൾ പോയതിന് ശേഷം ഈ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നെ ഇത് മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ജെല്ലെടുക്കാം. അപ്പോൾ നമുക്ക് ഈ അലോവേറയുടെ ഇത് നമുക്ക് കട്ട് ചെയ്യാം. മുകൾ ഭാഗം മാത്രം ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ അകത്തെ ജെല്ല് ഇതിൽ ഈ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഇടുവാണ്. ഈ അലോവേറ വഴി നമുക്ക് നമ്മളുടെ തലയിലുള്ള ഡെഡ് സെൽസിനെയൊക്കെ റിപ്പയർ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾക്കിപ്പം ഡാൻഡ്രഫിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്, നല്ല സ്കാൽപ്പിലൊക്കെ ഭയങ്കര ഇച്ചിങ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അത് കൂടാതെ നമ്മളുടെ ഹെയർ സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കും. ഇത് ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഗുണങ്ങൾ എന്തുമാത്രമാണെന്ന്. ഞാൻ ഇതിൻ്റെ ജെല്ലിപ്പോൾ എടുത്തിട്ട് ആവശ്യമുള്ളത് മാത്രം ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാനാണ്. ഞാനപ്പോൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ അലോവേറയുടെ ജെല്ല്, ഏകദേശം ഇത്രയും, ഇത് ജെല്ല് പോലെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് നല്ലോണം അടിച്ചെടുക്കാം. ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല, ഈ സ്പൂണും കൊണ്ട് തന്നെ ഉടച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ ഇനി അടുത്ത ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത് വൈറ്റമിനിയുടെ ഈ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് അതാണ്. ഇത് നമ്മളുടെ മുടിയിൽ ഒരു നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ട് ഇത് പ്രവർത്തിക്കും. ഇത് അതുപോലെ തന്നെ നമ്മളുടെ മുടി മെയിൻറ്റെയിൻ ചെയ്യാനും ഹെയർ ഗ്രോത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഞാൻ ഇതിലോട്ട് ഇത് ഒഴിക്കുകയാണ്. ഇനി ഇതിലൂടെ ഞാൻ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി. അത് പച്ച വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ തേങ്ങ ആട്ടിയിട്ടെടുക്കുന്ന വെളിച്ചെണ്ണ. ഇത് മൂന്നും കൂടെ, ഈ പച്ച വെളിച്ചെണ്ണയും ഈ അലോവേറയുടെ ജെല്ലും വൈറ്റമിൻ ക്യാപ്സ്യൂളും, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ സ്കാൽപ്പിൽ ഉപയോഗിക്കുന്നത്. അത് വളരെ നല്ലതായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി ഞാൻ പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂൺ എടുക്കുവാണ്. ഇവിടെ തണുപ്പായതുകൊണ്ട് എണ്ണയൊക്കെ ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് എടുത്തത്. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്, എന്നിട്ടാണ് ഇതിലോട്ട് ഒഴിച്ചത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചേർത്തേക്കുന്നത് അലോവേറ ജെല്ല്, വൈറ്റമിനി, വെളിച്ചെണ്ണ, ഇത് മൂന്നും കൂടിയാണ് ചേർത്തേക്കുന്നത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം
ഒരു ഉച്ചയോടെ അല്ലെങ്കിൽ 4 മണി ആ ഒരു സമയം കണ്ട് അപ്ലൈ ചെയ്ത് ഹെയർ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നൈറ്റ് ആരും തന്നെ അപ്ലൈ ചെയ്യരുത്. കാരണം ഈ അലോവേറ ജെല്ലെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സാധനമാണ്. അപ്പം നമുക്ക് ഒരുപാട് തണുപ്പ് കൊണ്ട് കഴിഞ്ഞാൽ ചിലർക്ക് അത് അസ്വസ്ഥതകൾ വരും. പ്രത്യേകിച്ച് അലർജിയൊക്കെ ഉള്ളവർ ഒത്തിരി ലേറ്റായിട്ട് നൈറ്റിൽ ഇത് യൂസ് ചെയ്യരുത്, അത് ശ്രദ്ധിക്കണം. ഇത് വളരെയേറെ നല്ലതാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്താണെങ്കിലും പറയണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.